നമ്മൾ കുറച്ച് പഴം വാങ്ങിനു. അപ്പോൾ കണി വെക്കാനാണ്. ഇപ്പോൾ പഴം ഇങ്ങനെ വെച്ചാൽ ചൂടല്ലേ, അവിടെ നിൽക്കില്ല. അപ്പം നമ്മൾ വിചാരിച്ച് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു പാലും പഞ്ചസാരയും ഇട്ട് അങ്ങനെ ഒരു സ്പൂൺ മിൽക്ക് ഇട്ട് ജ്യൂസാക്കാണ്. അപ്പോൾ വെറുതെ എന്തിനാണ് പഴം വടക്കായി പോയില്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യുകയാണ്. ഒരു സ്പൂണ് ഇട്ട് ഇതിനകത്തോട്ട് ഇതിലോട്ട് ചുവന്ന ഫ്രൂട്ടി ഇട്ട് പിന്നെ ചുവന്നതിട്ട് ഇതിന് ചുവന്ന ഫ്രൂട്ടി ഇട്ട് ചുവരി പായസത്തിന് ഇതാക്കി വെച്ചായിരുന്നു. അപ്പം ഒരു ലേശം ഒരു കോപ്പയിൽ അതെടുത്ത് ഇവിടെ വെച്ച് ഇതിൻ്റെ മേലെ അതിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പായസം ജ്യൂസ് ഒഴിച്ചെടുക്കാം. നല്ല കാണാൻ നല്ല ഭംഗിയാണ്. പാല് ഐസും കട്ടിയാക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഐസും കട്ടിയാക്കി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. ഇതിൽ അടിക്കുമ്പോൾ ഇതിൻ്റെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇതിന് ചെറിയ 8 റുപ്യുള്ള ഒരു പാക്കറ്റിന് അതിട്ടിട്ട് ഒഴിച്ചു കൊടുക്കാം. കസ്കസ് ഉണ്ടായിരുന്നു, കുറച്ച് കസ്കസ് കൂടി ചുവരി ഇട്ട് കൊടുക്കാം. കുറച്ച് അതെടുത്ത് നിന്നിട്ട് നിനക്കറിയാം. പറിച്ച് ഗാർണിഷ് ചെയ്യുന്നതിൻ്റെ മേലെ ഇങ്ങനെ നല്ല ഭംഗി ഉണ്ടാവും. നമ്മളെ പഴം വെറുതെ ഇതായി വടക്കായി പോവും. ചൂടാവുന്നതുകൊണ്ട് പഴം വാങ്ങിയതിനും അപ്പം വെക്കാൻ പറ്റൂല. കണിക്കും കൂടി വാങ്ങിയതിനും കറുത്ത ഇതായി പോന്നു. അപ്പം വെറുതെ നമ്മൾ ചാടുന്നത് നല്ലതല്ലേ. ഇങ്ങനെ എന്തെങ്കിലും ആക്കി കുറച്ച് പാല് പായസം കട്ടിയാക്കി എന്നിട്ട് കുറച്ച് പൊട്ടിയും പിന്നെ പായസത്തിന് എടുത്തിന് ചോവരി അപ്പം അതും ഇട്ട് അങ്ങനെ ഒരു കസ്കസ് ഇട്ട് അങ്ങനെ ഒരു